തുടരും. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മഴക്കെടുതിയിൽ ഇതുവരെ മരിച്ചത് 25 പേർ. പത്തനംതിട്ടയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി. നദികളിലെ മണ്ണ് നീക്കാൻ അടിയന്തര നടപടിയെന്ന് വി ഡി സതീശൻ. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം കൊണ്ടുവരും. ആദ്യഘട്ടം പത്തനംതിട്ടയിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പോലീസ് ചോദ്യം ചെയ്തത് 1.5 മണിക്കൂർ. പുറത്തിറങ്ങിയ ഉദയനിധിക്ക് പ്രവർത്തകരുടെ ആവേശോജ്വല സ്വീകരണം. അധിക്ഷേപ പരാമർശത്തിൽ CP ജോൺ മാപ്പ് പറയണമെന്ന് CPM. സൗജന്യ യാത്രയ്ക്ക് ബസ്സിൽ കയറുന്നവരെ അപമാനിച്ചെന്ന ആരോപണം. പ്രിയദർശിനി സർവീസ് അവസാനിപ്പിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം. വിവാദമായത് സൗജന്യ യാത്രയ്ക്കായി വനിതകൾ ബസ്സിൽ തള്ളിക്കയറുന്നുവെന്ന പരാമർശം. അപമാനിച്ചതല്ലെന്നും സ്ത്രീകളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടിയതാണെന്നും മന്ത്രിയുടെ വിശദീകരണം. CP ജോണിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യുവമോർച്ചയും. ലഹരി ഉപയോഗത്തിന് എളുപ്പ വഴിയൊരുക്കുന്ന പ്രീ റോൾഡ് കോണുകൾ പിൻവലിച്ച് ഇൻസ്റ്റാമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ടെന്ന നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. അഭിമന്യു കേസിൽ 4 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയണം. വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. അഭിമന്യുവിന്റെ അമ്മയുടെ ഹർജിയിൽ കോടതി ഇടപെടൽ. ഇഡിയെ ആക്രമിച്ച കേസിൽ 4 പേർക്ക് കൂടി ജാമ്യം നൽകി ഹൈക്കോടതി. ഇറാൻ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുമെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി US. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് വിലയിരുത്തി ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദം തള്ളി.